ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ മുഖപത്രം. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. പ്രതിഷേധം അറിയിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹന്യോൻ മോർ മിലത്തിയോസ്. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത 66-ൽ പാലത്തിന് മുകളിൽ വിള്ളൽ വീണത് 50 മീറ്റർ നീളത്തിൽ. വാർത്ത വന്നതോടെ കണ്ണിൽ പൊടിയിട്ട് ഓട്ടയടക്കൽ. കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടവറിൽ വീണ്ടും കാർ കുടുങ്ങി. കോർപ്പറേഷന്റേത് കുറ്റകരമായ അനാസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ. വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ വീണ്ടും BJP പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് 5 മിനിറ്റിനുള്ളിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാത എറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രം. ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഒഴിച്ച് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ്. ഛത്തീസ്ഗഡിലും ഒറീസയിലുമടക്കം കന്യാസ്ത്രീകൾക്കും കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന രാഷ്ട്രീയം മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട്. BJPയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ലെന്ന് കേരള ഘടകത്തെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുവെന്നും എഡിറ്റോറിയത്തിൽ നിലപാട് വ്യക്തമാക്കി. കന്യാസ്ത്രീകളല്ല ബന്ദി, മതേതര ഭരണഘടന എന്ന തലക്കെട്ടോടുകൂടിയാണ് എഡിറ്റോറിയൽ. BJP അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ 4316 അക്രമ സംഭവങ്ങൾ ഉണ്ടായതാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ടെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ജയിലിലടച്ച സംഭവം പ്രതിഷേധാർഹവും വേദനാജകവുമാണെന്ന് CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ദുർഗ് സംഭവം രാജ്യത്ത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിച്ചിരിക്കുകയാണ്. സന്യസ്തർക്ക് സഭാവസ്ത്രം ധരിച്ച് രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന സംഭവങ്ങളിൽ ഒന്നു മാത്രമാണിത്. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സംരക്ഷണം നൽകാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മാർ താഴത്ത് ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹന്യോൻ മോർ മിലത്തിയോസ്. എന്തിനാ പ്രതിഷേധിക്കുന്ന? അടുത്ത പെരുന്നാളിന് ഡൽഹിയിൽ ഒന്നുകൂടെ വിളിച്ച് ആദരിച്ചാൽ പോരെയെന്ന് പരിഹാസവുമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ യൂഹന്യോൻ മോർ മിലത്തിയോസ് രംഗത്തെത്തിയത്. ഫേസ്ബുക്കിലൂടെയാണ് യൂഹന്യോൻ മോർ മിലത്തിയോസിന്റെ പ്രതികരണം വ്യക്തമാക്കിയത്. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത 66-ൽ പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടത് 50 മീറ്ററിലേറെ. വാർത്ത വന്നതോടെ കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ സിമന്റും ടാറും ഉപയോഗിച്ച് താൽക്കാലികമായി വിള്ളൽ അടച്ചു. സ്ഥലത്ത് വിദഗ്ധ പരിശോധന നടത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് ഇതുവഴി നടക്കാനിറങ്ങിയ യുവാക്കളായ അബ്ദു സമദ്, കല്ലായിൽ ഷമീർ എന്നിവർ ദേശീയപാതയിലെ വിള്ളൽ കണ്ടത്. റോഡിൽ വിള്ളൽ കാണപ്പെട്ടതോടുകൂടെ ആശങ്കയിലാണ് ജനങ്ങൾ. മാസങ്ങൾക്ക് മുൻപ് ചാവക്കാട് മണന്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപവും റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രിയാണ് 40 മീറ്ററോളം നീളത്തിൽ ഒരു വിള്ളൽ രൂപം കൊണ്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ അതിൻ്റെ ഭാഗമായി NHAയുടെ കമ്പനി, ശിവാലയ കമ്പനിയാണ്, അവർ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ഈ ക്രാക്ക് എത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഈ വിള്ളൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങളും ഒരുപാട് ആളുകളും ഒരുപാട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇത് ഈ രൂപത്തിൽ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടാൽ ഇത് അവസാന നിമിഷത്തിലേക്ക് എന്താവും?
ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയിട്ട് ഇന്നലെ വൈകിട്ട് നടക്കാൻ ഒരു 6-6:30 ആകുമ്പോൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ജസ്റ്റ് വിള്ളൽ കാണാൻ സ്ഥിതിയായത്. ഏകദേശം ഒരു 50 മീറ്ററോളം ഇങ്ങനെ വിള്ളൽ വന്നിട്ടുണ്ട്. ഈ വിള്ളൽ കാണുന്നത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് സിമെൻറ്റ് ഇട്ടിട്ട് ജസ്റ്റ് കോട്ടിംഗ് എന്നുള്ള രീതിയിൽ മറച്ചിട്ടുള്ള രീതിയിലാണ് വിള്ളൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് കണ്ണിൽ പൊടിയിടാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലായിരുന്നു ഈ വിള്ളൽ അവർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, നിലവിൽ വിള്ളൽ കണ്ട ഭാഗം മുഴുവനുമായിട്ട് അടച്ചു തീർത്തു. ദേശീയപാതയിൽ ഇത്തരത്തിലുള്ള വിള്ളൽ രൂപപ്പെടുന്നത് പല പ്രാവശ്യമായിട്ട് ആവർത്തിക്കുകയാണ്. ഇതുണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്ത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് കടുത്ത അനാസ്ഥയല്ലേ? എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രതികരണം? തീർച്ചയായും പ്രിയങ്ക, നമുക്കറിയാം ഇന്നലെ രാത്രിയാണ് ഈ സമീപത്തെ 2 യുവാക്കൾ നടക്കാനിറങ്ങുമ്പോൾ യാദൃശ്ചികമായിട്ട് ദേശീയപാത നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലെ ഈ ഭാഗത്ത്, അതായത് ചാവക്കാട് തിരുവത്ര അത്താണി മേൽപ്പാലത്ത് അപ്രോച്ച് റോഡിൽ ഇത്തരത്തിലുള്ള ഒരു വിള്ളൽ കണ്ടെത്തുന്നത്. അതും യാദൃശ്ചികമെന്ന് പറയണം. അവിടെ ഈ ടാർ ചെയ്ത ഭാഗത്ത് സിമന്റ് നിരത്തിയത് അത് മഴയത്ത് ഒലിച്ചിറങ്ങുന്നതായി കണ്ടപ്പോഴാണ് ഇവർ പ്രത്യേകമായി അവിടെ ശ്രദ്ധിക്കുന്നത്. ഉടൻ അവിടെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് വലിയ രീതിയിൽ നീളത്തിൽ ഏകദേശം 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ മറ്റുമാകാം സിമെന്റ് കൊണ്ട് അടച്ചത് പ്രാഥമികമായി. പക്ഷേ അത് ആ അടച്ച ഭാഗം വീണ്ടും വിള്ളൽ രൂപപ്പെട്ട് ഈ സിമെന്റ് മറ്റും ഒലിച്ചു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു യുവാക്കൾ കണ്ടത്. ഉടൻ തന്നെ നമ്മൾ TCVയിലൂടെയാണ് അത് വാർത്ത പുറത്തേക്ക് എത്തുന്നത്. എന്തായാലും പിന്നീട് ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ ബന്ധപ്പെട്ട അധികൃതരും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ സന്ദർശനം നടത്തുകയുണ്ടായി. രാവിലെ മുതൽ തന്നെ മറ്റ് മാധ്യമങ്ങളും എത്തി ഇത് വലിയ രീതിയിൽ വാർത്തയാക്കുകയുമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ദേശീയപാത അതോറിറ്റി ഇക്കാര്യത്തിൽ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകുന്നത്. പ്രസ്തുത പ്രദേശം സന്ദർശിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഉടൻ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഈ നീളത്തിൽ വിള്ളൽ വീണ ഭാഗത്ത് യന്ത്രം ഉപയോഗിച്ച് ടാർ ചെയ്ത ഭാഗം മാറ്റിയിട്ട് എത്രത്തോളം ഇതിന് ആഴത്തിൽ വിള്ളലുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നതാണ് കണ്ടത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇത് ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് സമീപത്തെ പ്രദേശവാസികൾ അടക്കം ഉന്നയിക്കുന്നത്. കാരണം മലപ്പുറത്ത് വലിയ രീതിയിലുള്ള അപകടമുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന, അതായത് വെള്ളക്കെട്ട് നിലവിലുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ദേശീയപാതയുടെ വലിയ രീതിയിൽ ഉയരത്തിലുള്ള ഒരു അപ്രോച്ച് റോഡാണ് ഈ ഭാഗത്തുള്ളത്. ഈ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. അപ്പം മണ്ണിന്റെ എത്രത്തോളം ഒരു ഉറപ്പ് ഉണ്ട് എന്നത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ പ്രദേശവാസികൾ ആശങ്കാകുലരാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭിത്തിയോട് ചേർന്ന് തന്നെ വിള്ളൽ കണ്ടത് വലിയ രീതിയിൽ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രദേശവാസികൾ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നീട് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീബ പ്രശാന്ത് അടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. പിന്നീട് ഈ ഭാഗം വീണ്ടും കൂടുതൽ ആഴത്തിൽ പൊളിച്ചു നീക്കി ടാറിട്ട് ഉറപ്പിക്കുന്ന നടപടിയിലേക്ക് പിന്നീട് കരാർ കമ്പനി എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്കും ഒപ്പം തന്നെ അശാസ്ത്രീയ നിർമ്മാണത്തിനടക്കം പഴി കേൾക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ദേശീയപാത 66 ഈ ഒരു വിള്ളൽ കണ്ടെത്തിയതോടുകൂടി രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കും ഇത് പൊതുജനങ്ങൾക്കടക്കം ആയാലും ഇത് വരുത്തിയിട്ടുണ്ട്. ഇതിനെതിരെ അതോറിറ്റിയുടെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചെയർപേഴ്സന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്, നഗരസഭ ചെയർപേഴ്സൺ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഈ ഒരു അതോറിറ്റിയോട് ഇക്കാര്യം തിരക്കിയപ്പോൾ അവർ ഇത് വളരെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു കേവലം ഒരു വിള്ളലിനപ്പുറത്തേക്ക് അതിനെ ഗൗരവമായി എടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം അവർ പറഞ്ഞത് ഇത്തരത്തിൽ ബിറ്റുമിൻ ടാറിംഗ് നടത്തുന്ന ഭാഗങ്ങളിൽ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചെറിയ വിള്ളലുകൾ രൂപപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നുള്ള നിസ്സാരമായ മറ്റേ ഒഴിവുകേടുകൾ പറഞ്ഞാണ് അധികൃതർ ഇതിനെ നേരിട്ടത് എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ പ്രദേശത്ത്, ഈ വിള്ളലുണ്ടായ പ്രദേശത്ത് ടാറിംഗ് നീക്കി എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് കണ്ടെത്തി പിന്നീട് ഇവിടെ ടാറിംഗ് പുനഃസ്ഥാപിച്ച് പരിഹാരം കാണുകയാണ് ഇപ്പോൾ കരാർ കമ്പനി ചെയ്യുന്നത്. പ്രിയങ്ക. ശരി അഭിജിത്ത്. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത 66 പാലത്തിൽ മുകളിൽ വിള്ളൽ രൂപപ്പെട്ടത് 50
മീറ്ററിലേറെ വാർത്ത കനത്തതോടെയാണ് കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ സിമന്റും ടാറും ഉപയോഗിച്ച് താൽക്കാലികമായി വിള്ളൽ അടച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ തുടർന്ന് പല പ്രാവശ്യം വിള്ളലുണ്ടായിട്ടും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നു എന്ന രീതിയിലാണ് ഇപ്പോഴും അവർ വളരെ താൽക്കാലികമായിട്ടാണ് വിള്ളൽ അടച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളത് അധികൃതരുടെ കടുത്ത അനാസ്ഥയാണ്. ഇത്തരത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നാട്ടുകാരെല്ലാം കടുത്ത ആശങ്കയിലാണ്. വിവരങ്ങൾ നൽകിയത് അഭിജിത്താണ്. മറ്റു വാർത്തയിലേക്ക്. കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടവറിൽ വീണ്ടും കാർ കുടുങ്ങി. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കാർ പുറത്തേക്ക് എടുക്കാൻ പറ്റാതായത്. വില്ലിടം സ്വദേശി രാജന്റെ കാറാണ് കുടുങ്ങിയത്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് മരണാന്തര സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എത്തിയതായിരുന്നു രാജനും മകളും. 1.5 മാസം മുൻപ് സമാന രീതിയിൽ മൾട്ടി ലെവൽ പാർക്കിംഗിൽ കാർ കുടുങ്ങിയിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസത്തിനു ശേഷമാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് ടവർ തുറന്നു നൽകിയത്. കഴിഞ്ഞ ജൂണിൽ തുറന്നു നൽകിയ ടവറിൽ 22ാമത്തെ കാറാണ് കുടുങ്ങിയത്. തുടർച്ചയായി പാർക്കിംഗ് ടവറിൽ കാർ കുടുങ്ങുന്നതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. കോർപ്പറേഷൻ അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരം സംഭവം ആവർത്തിക്കാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ പറഞ്ഞു. കുറ്റമുറ്റ രീതിയിൽ പാർക്കിംഗ് ടവർ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അടച്ചുപൂട്ടണമെന്നും രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. 25ാമത്തെ 30ാമത്തിനുള്ളിലുള്ള ആളുകളാണ് ഈ ഇതിൽ കുടുങ്ങിയിട്ടുള്ളത്. 1 കോടി രൂപ ചെലവ് ചെയ്താണ് 14 വണ്ടി കാറ് പാർക്ക് ചെയ്യാവുന്ന സംവിധാനം ഒരുക്കിയത്. 1 കോടി രൂപ ചെലവ് ചെയ്തിട്ട് ഇത് ഒരുക്കിയത്. ഇത് ഉദ്ഘാടനത്തിന് ശേഷം 3-4 മാസക്കാലം പ്രവർത്തിക്കാതെ കിടന്നു. അങ്ങനെ കൗൺസിലിനകത്തും പുറത്തും കൗൺസിലർമാർ പ്രതിഷേധമായി വന്നപ്പോഴാണ് പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം എൻ്റെ അറിവനുസരിച്ച് 20-30ഓളം വാഹനങ്ങൾ ഇതേപോലെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാങ്കേതികമായ തടസ്സങ്ങൾ, ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒരു സംഭവം നമ്മൾ തയ്യാറാക്കുമ്പോൾ, ഒരു പ്രൊജക്ട് തയ്യാറാക്കുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ വശങ്ങളുള്ള കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥരും മേൽനോട്ടത്തിൽ നിർവഹിക്കേണ്ടതാണ്. ഇത് നിർവഹിച്ചില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സഹോദരൻ വിൽവട്ടം മേഖലയിലുള്ള രാജൻ എന്ന് പറയുന്ന വ്യക്തി. അയാളുടെ മകള് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് വന്നതാണ്. ഇപ്പോൾ ഏകദേശം 1.25 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു. അവിടെ സ്വന്തം വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. ഇന്ന് രാവിലെയാണ് അകമല കുഴിയോട് വെള്ളാക്കുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വനത്തിനോട് ചേർന്നുള്ള പറമ്പിൽ കടുവയുടേതെന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. 6 ഇഞ്ചോളം വ്യാസമുള്ള കാൽപ്പാടുകളാണ് ചെളിയിൽ പതിഞ്ഞിട്ടുള്ളത്. കാട്ടുപന്നിയെ വേട്ടയാടുന്നതിനിടെ കടുവ എത്തിയതാണ് എന്നതാണ് സംശയം. കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാന ഇറങ്ങി നാശനഷ്ടം വരുത്തിയിരുന്നു. കാട്ടാനയ്ക്ക് പുറമെ ഇപ്പോൾ കടുവയുണ്ടെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടതോടെ സമീപവാസികൾ ഭീതിയിലാണ്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കാൽപ്പാട് കടുവയുടേതാണെന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ വീണ്ടും ബിജെപിയുടെ പ്രതിഷേധത്തെ തുടർന്ന് 5 മിനിറ്റിനുള്ളിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. പദ്ധതി വിഹിതം നീക്കിവെക്കുന്നതിൽ ബി.ജെ.പി. കൌൺസിലർമാരുടെ വാർഡുകളോട് വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് ബി.ജെ.പി. നടത്തിവരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് നഗരസഭാ യോഗം തടസ്സപ്പെടുത്തിയത്. പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതിഷേധം ആരംഭിച്ചതോടെ അജണ്ടകൾ പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ ടി.കെ. ഗീത യോഗം പിരിച്ചുവിട്ടു. ഭരണപക്ഷ അംഗങ്ങൾ യോഗ ഹാൾ വിട്ടിറങ്ങിയെങ്കിലും ബി.ജെ.പി. കൌൺസിലർമാർ മുദ്രാവാക്യ വിളി തുടർന്നു. അവഗണനയ്ക്കെതിരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് ടി.എസ്. സജീവൻ പറഞ്ഞു. വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ ഈ കൃത്യമായിട്ട് സമയത്തിന് ഫണ്ട് കെട്ടാത്തതിന്റെ പേരിൽ ശ്രീമാൻ സുനിൽകുമാറിന്റെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ കൊടുക്കാത്തതിന്റെ പേരിൽ അത് ചെയ്യാൻ നിർമ്മാണ പ്രവർത്തനം നടത്താത്തതിന്റെ പേരിൽ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലും വികസനം വേണം. ഞങ്ങളതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ബി.ജെ.പി. വാർഡിലേക്ക് മാത്രം വികസനം ചോദിക്കുന്നില്ല, എല്ലാ വാർഡിലേക്കും തുല്യമായി വികസനം വരണം. ആ വികസന പ്രവർത്തനം തടയിട്ടിട്ടാണ് LDF ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിത് ചോദ്യം ചെയ്യും. അത് ഏത് തരത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്താലും ഞങ്ങൾ ചോദ്യം ചെയ്യും. ഇതിനിടെ തുടർച്ചയായി നഗരസഭാ യോഗം തടസ്സപ്പെടുത്തുന്ന ബി.ജെ.പിക്കും ചർച്ചകളില്ലാതെ അജണ്ടകൾ പാസാക്കുന്ന LDF-നുമെതിരെ കോൺഗ്രസ് കൌൺസിലർ VM ജോണി കൌൺസിൽ ഹാളിൽ കിടന്ന് സമരം ചെയ്തു. 28-28 തീയതിയായി ഈ പ്രശ്നം പറഞ്ഞു തീർക്കണ്ടേ? പുറത്ത് ഉത്തരവാദിത്തപ്പെട്ടവര് പ്രതിപക്ഷങ്ങളായാലും ഭരണപക്ഷമായാലും വിളിച്ച് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണ്ടേ? ഇത് ഈ കൊടുക്കൽ നഗരത്തിന് ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന 28ഓളം അജണ്ടകളും 8 സപ്ലിമെന്ററി അജണ്ടകളും ഇന്നത്തെ ദിവസം എല്ലാം പാസ്സാക്കി അവരൊക്കെയാണ് പോയി. ഇവര് പ്രതിപക്ഷം സമരത്തിലാണ്. ഇത് നിരന്തര സമരം. ഇത് പറവൂർ നഗരസഭയിലോ ഈ ഇരികാലക്കുടയിലോ നിങ്ങളുടെ ഈ ഗുരുവായൂരിലെ ഒരു നഗരസഭകളിലും ഇതുപോലത്തെ അവസ്ഥയില്ല.
എന്നാൽ BJPയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വികസന പ്രവർത്തനങ്ങളിൽ LDF രാഷ്ട്രീയം കലർത്താറില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത പറഞ്ഞു. ഇപ്പൊ പാർവതി ചേച്ചിയുടെ വാർഡില് BJP വാർഡല്ലേ, അവിടെ 38 ലക്ഷം രൂപ MLA ഫണ്ടും നഗരസഭയുടെ ഫണ്ടും കൂടി 55 ലക്ഷം രൂപയുടെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച സബ് സെന്ററിന്റെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ വല്ല തടസ്സം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു വികസനത്തിന്റെ കാര്യത്തിലും കൊടുങ്ങല്ലൂർ നഗരസഭ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഫണ്ട് നൽകാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. ആർക്കും ഫണ്ട് കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ച് നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ സ്വദേശി ചക്കുങ്ങൽ വീട്ടിൽ 44 വയസ്സുള്ള ഖാദറാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ച് നീക്കുന്നതിനിടെയാണ് മരത്തടി വീണ് തൊഴിലാളി മരിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്? പ്രിയങ്ക, ഇന്ന് രാവിലെ 11:30 ഈ സംഭവം നടക്കുന്നത്. ചിമ്മിനി ഡാമിന്റെ വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ 2 ദിവസം മുമ്പ് ശക്തമായ കാറ്റിൽ ഈ മരം വൈദ്യുതി കമ്പിയിലേക്ക് കടപുഴകി വീണത്. ഈ മരം മുറിച്ചു നീക്കുന്നതിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മരനിരപ്പിൽ KSCB അധികൃതരുടെ അടുത്ത് സംസാരിച്ചിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ 2 ദിവസമായിട്ടും ഇവർ KSCB അധികൃതർ ഈ സ്ഥലത്ത് വന്ന് പരിശോധിച്ചെങ്കിലും ഇത്തരത്തിൽ വലിയൊരു മരം വൈദ്യുതി കമ്പിയിൽ വീണ് കിടക്കുന്നത് പെട്ടെന്ന് മുറിച്ചു നീക്കാൻ സാധിക്കില്ല എന്നൊരു കാരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ മരം മുറിച്ചു നീക്കി തന്നാൽ വൈദ്യുതി കമ്പി പൂർവ്വസ്ഥിതിയിലാക്കുകയും അതുപോലെ തന്നെ അവിടെയുള്ള തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് KSCB അധികൃതർ വനം വകുപ്പിനെ അറിയിച്ചത്. അതുപ്രകാരം ഇന്ന് രാവിലെയാണ് സമീപത്തുള്ള എച്ചിപ്പാറ സ്വദേശിയായ ഖാദർ മരമുറി തൊഴിലാളിയാണ് ആളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു കൊണ്ടുവരികയും ഒപ്പം തന്നെ KSCB അധികൃതരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വാച്ചർമാരും മറ്റുള്ള നാട്ടുകാരും എല്ലാം ചേർന്നാണ് അവിടെ ഇന്ന് രാവിലെ മരം മുറിക്കുന്നതിനുള്ള കാര്യങ്ങൾ നോക്കിയത്. ഇതിനിടയിൽ ഈ മരം വീണ് നല്ല താഴ്ന്ന രീതിയിലായിരുന്നു, വൈദ്യുതി കമ്പി താഴ്ന്ന നിലയിലാണ് മരം വീണ് കിടന്നിരുന്നത്. അത്തരത്തിൽ ഒരു മേശയിൽ നിന്നുകൊണ്ട് ഇലക്ട്രിക് വാൾ ഉപയോഗിച്ചാണ് ഖാദർ വൈദ്യുതി ഈ മരം കമ്പിയിൽ കിടന്നിരുന്ന മരം മുറിക്കാനുള്ള ശ്രമം നടത്തിയത്. മരം മുറിക്കുകയും ചെയ്തിരുന്നു. മരം മുറിച്ചു കഴിഞ്ഞതിന് ശേഷം ആള് മേശയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതിനിടെയാണ് ഈ വൈദ്യുതി കമ്പിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന മരത്തടി ഇദ്ദേഹത്തിന്റെ തലയിലേക്ക് വന്നടിക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. ഈ സമയത്ത് KSCB അധികൃതരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. ഉടൻ തന്നെ വനംവകുപ്പിന്റെ ജീപ്പിലാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജീപ്പിലാണ് ഖാദറിനെ വേലിപ്പാടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ആളെ അവിടുന്ന് ആംബുലൻസിൽ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത്തരത്തിൽ 2 ദിവസമായിട്ടും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ മരം വീണ് തടസ്സം സൃഷ്ടിച്ചിരുന്നത്. ഈ മരം മുറിച്ചു നീക്കുന്നതോടൊപ്പം തന്നെ ചിമ്മിനി ഡാമിലേക്കുള്ള വൈദ്യുതി ബന്ധവും 2 ദിവസമായി നിലച്ചിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ പല തവണകളായി ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും മരം മുറിച്ചു നീക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വൈൽഡ് ലൈഫിന്റെ തന്നെ ചിമ്മിനിയിലെ വൈൽഡ് ലൈഫിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞതിൽ KSCB അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അവർ കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്നൊരു ആക്ഷേപം അവിടെയുണ്ട്. ഈ ഖാദറിന്റെ ഈ ഒരു മരണത്തിലേക്ക് വഴി വെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഈ വൈദ്യുതി കമ്പി ഒന്ന് അഴിച്ചു മാറ്റിയിരുന്നെങ്കിൽ സുഗമമായി ഈ മരം മുറിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ എല്ലാവരും പറയുന്നത്. പ്രിയങ്ക. ശരി സരീഷ്. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ സ്വദേശി ചക്കുങ്ങൽ വീട്ടിൽ 44 വയസ്സുള്ള ഖാദറാണ് മരിച്ചത്. വിവരങ്ങൾ നൽകിയത് സരീഷാണ്. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാത എറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതുവഴി വന്നിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷമാണ് കാർ വെള്ളം നിറഞ്ഞു കിടക്കുന്ന തോട്ടിലേക്ക് വീണത്. ബൈക്ക് യാത്രക്കാരനെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയാണ് സംഭവം. SN പുരം സ്വദേശി കോഴിശ്ശേരി വീട്ടിൽ അജിത് കുമാറാണ് കാർ ഓടിച്ചിരുന്നത്. ഓട്ടോ മാറ്റി ഡ്രൈവർക്ക്
സംവിധാനം ഒരുക്കുവാനുള്ള കാറിൽ അബദ്ധത്തിൽ റിവേഴ്സ് മോഡിട്ട് ആക്സിലേറ്റർ കൊടുത്തതാണ് അപകടത്തിന് കാരണമായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പുറകോട്ട് നീക്കി റോഡിൽ വട്ടം കറങ്ങി അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം സമീപത്തുള്ള വെള്ളം നിറഞ്ഞു കിടക്കുന്ന തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അജിത് കുമാറിനെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് പുറത്തെത്തിച്ചത്. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പൊന്നാനി ചെറിയന്തോന്നിക്കനത്ത് ആബിദിനാണ് പരിക്കേറ്റത്. ചൊവ്വല്ലൂർ പടി പാലത്തിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ചൂണ്ടലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ മാർക്കറ്റിൽ നിന്നുള്ള മലിനജലം കാനയിലേക്ക് ഒഴുകിവിടുന്നത് മൂലം ദുരിതത്തിലായി പ്രദേശവാസികൾ. സെന്റ് മേരീസ് കോൺവെന്റ് റോഡിലെ കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. രാത്രി നേരങ്ങളിലാണ് മലിനജലം ഒഴുക്കിവിടുന്നത്. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് കൌൺസിലറും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനും സ്ഥലത്തെത്തിയിരുന്നു. ഒല്ലൂർ മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള മലിനജലമാണ് ഒഴുക്കിവിടുന്നതെന്നാണ് ആരോപണം. ഏറെ നാളുകളായി പരിസരത്തെ മിക്ക കിണറുകളിലും വെള്ളം പാടെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടുവെങ്കിലും പരിഹാര നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ കെട്ടിടത്തിൽ സ്ഥാപിച്ച എംപിയുടെ ബോർഡ് എടുത്തുമാറ്റിയെന്നാരോപിച്ച് ബിജെപി പ്രവർത്തകർ പ്രതിഷേധിച്ചു. എംപി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലെ ബോർഡാണ് കോർപ്പറേഷൻ അധികൃതർ അഴിച്ചുമാറ്റിയതെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു. പ്രതിഷേധത്തിന് ബിജെപി നേതാക്കളായ സുജയ് സേനൻ, സുധീഷ് മോനോത്ത് പറമ്പിൽ, വിപിൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ബോബനും മോളിയും റെസ്റ്റോറന്റിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രീസറിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. നഗരത്തിലെ 9 ഹോട്ടലുകളിലും ബേക്കറികളിലുമാണ് പരിശോധന നടത്തിയത്. കുറ്റക്കാർക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പരിശോധനകൾ തുടരുമെന്നും ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. ഉദ്യോഗസ്ഥരായ എ നിസാർ, വി എ ഇംന, പി എം നീതു, അനന്തുലാൽ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വാർദ്ധക്യകാല പെൻഷൻ വ്യാപകമായതോടെ വയോജനങ്ങളെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടതള്ളുന്ന പ്രവണതയ്ക്ക് മാറ്റം വന്നതായി NK അക്ബർ MLA പറഞ്ഞു. ഗുരുവായൂർ YMCA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പെൻഷൻ ലഭിക്കുന്നതിനായി വയോജനങ്ങളെ സംരക്ഷിക്കാൻ മക്കളും ബന്ധുക്കളും തയ്യാറാകുന്നുണ്ട്. കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ സാമൂഹിക ക്ഷേമ പെൻഷനുകൾക്ക് നിർണായക പങ്കുവഹിക്കാൻ കഴിഞ്ഞതായും MLA പറഞ്ഞു. പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഓട്ടോണമസ് പദവി ലഭിച്ച ലിറ്റിൽ ഫ്ലവർ കോളേജിനുള്ള പുരസ്കാരം പ്രിൻസിപ്പൽ സിസ്റ്റർ ജെന്നി തെരേസ ഏറ്റുവാങ്ങി. തൃശൂർ സബ് റീജിയണൽ ചെയർമാൻ ജോൺസൺ മറോക്കി, CD ജോൺസൺ, ജിഷോ S, ജോസ് ലൂവിസ്, ലോറൻസ് നീലങ്കാവിൽ, നീന ജോൺസൺ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘമായ പാൽ സൊസൈറ്റിയിൽ ക്ഷീര കർഷകർക്ക് നൽകുവാനുള്ള തുക നൽകാത്തതിൽ BJP പ്രതിഷേധിച്ചു. CPMന്റെ അധീനതയിലുള്ള ഭരണസമിതി പണം തിരിമറി നടത്തി കർഷകരെ വഞ്ചിച്ചുവെന്നും ഭരണസമിതി രാജിവെക്കണമെന്നും ക്ഷീര കർഷകർക്ക് കൊടുക്കുവാനുള്ള തുക ഉടൻ കൈമാറണമെന്നും BJP ആവശ്യപ്പെട്ടു. BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഇൻചാർജ് രാജേഷ് കുട്ടഞ്ചേരി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സതീശൻ ചേറ്റുട്ടി, പ്രവീൺ ചിറ്റണ്ട, മനീഷ് മങ്ങാട്, ഉദയൻ നെല്ലുവായ്, സുരേഷ് കുന്നത്തേരി എന്നിവർ നേതൃത്വം നൽകി.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരിങ്ങാലക്കുട നഗരസഭ BJP കൌൺസിലർമാർ ഉപവാസ സമരം നടത്തി. UDF ഭരിക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഭരണസ്തംഭനം ആരോപിച്ചും നഗരസഭയിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. ടാണ സെന്ററിൽ നടന്ന സമരം BJP സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ ജോസ് അധ്യക്ഷത വഹിച്ചു. ടൗൺ ജനറൽ സെക്രട്ടറി KM ബാബുരാജ്, ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർഷ അനീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൌൺസിലർമാരായ ആർഷ അനീഷ്, സന്തോഷ് ബോബൻ, TK ഷാജു, അമ്പിളി ജയൻ, വിജയകുമാരി, അനിലൻ സ്മിത, മായ അജയൻ, സരിത സുഭാഷ് എന്നിവരാണ് ഉപവാസ സമരം നടത്തിയത്. നിത്യോപയോഗങ്ങളുടെ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ മഹിളാ മോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. BJP ദേശീയ കൌൺസിൽ അംഗം MS സമ്പൂർണ്ണ സമരം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ KG നിജി അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പൂർണിമ സുരേഷ്, സൗമ്യ സലീഷ്, സുധീഷ് മേനോത്ത്, ജില്ലാ ട്രഷറർ വിജയൻ മേപ്പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവില്ലാമല പൂറ്റാനിക്കാട്ടിൽ ചന്ദ്രസേനന്റെ മകൻ 24 വയസ്സുള്ള ആകാശിനെയാണ് വീടിന് പുറകിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരനായിരുന്നു ആകാശ്. തളിക്കുളത്ത് കടയുടെ പൂട്ട് പൊളിച്ച് പണവും പലവ്യഞ്ജനങ്ങളും കവർന്നു. തളിക്കുളം പുതിയങ്ങാടി ഒന്നാംകല്ലിൽ കുടുംബശ്രീയുടെ മഞ്ഞുതുള്ളി എന്ന കടയിലാണ് മോഷണം നടന്നത്. രാവിലെ കട തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത്. 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി, വയനാട് ജില്ലകളിൽ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക അനുവദിച്ചത് സ്വാഗതാർഹമെന്ന് ജോയിന്റ് കൌൺസിൽ. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ജില്ലകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് സംഘടന അഭിപ്രായപ്പെട്ടു. മന്ത്രിസഭാ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രകടനം നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് P. ധനുഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TG സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോൺഗ്രസിന്റെ വളർച്ചയും മുന്നേറ്റവും UDFന്റെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. കാട്ടൂരിൽ നടന്ന കേരള കോൺഗ്രസ് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പാലിയത്താഴത്ത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സതീഷ് കാട്ടൂർ, ഭാരവാഹികളായ സേതുമാധവൻ പറയംവളപ്പിൽ, സിജോയ് തോമസ്, PT ജോർജ്, എഡ്വേർഡ് ആന്റണി പാലത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പറമ്പ് തലോട്ടുകര റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുക, ഡിവൈഡറിന്റെ അപാകത പുനഃപരിശോധിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. കൈപ്പറമ്പ് സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CB കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിറ്റി ഷിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഇടിച്ചൻ തരകൻ, ജില്ലാ സെക്രട്ടറിമാരായ NJ ലിയോ, അൻസൻ K ഡേവിസ്, MV ജോസഫ്, KTUC ജില്ലാ പ്രസിഡന്റ് VJ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ കുന്ന് ആറ്റപ്പള്ളി തൃക്കണ്ണാപുരം റോഡിൽ റീടാറിംഗ് നടത്തി ആഴ്ചകൾക്കുള്ളിൽ കുഴികൾ രൂപപ്പെട്ടത് നിർമ്മാണത്തിലെ അപാകത മൂലമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് 19ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി ധർണ ഉദ്ഘാടനം ചെയ്തു. ജോർജ് കൊടിയൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ, സെക്രട്ടറി സിന്ധു പ്രഭാകരൻ, KR സജീവൻ, സന്തോഷ് കാവനാട് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഫെൻസിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് സംഘടിപ്പിച്ച സംസ്ഥാനതല സബ് ജൂനിയർ മിനി ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയ്ക്ക് മിന്നും നേട്ടം. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 36 പോയിന്റ് നേടി തൃശൂർ ഓവറോൾ ചാമ്പ്യന്മാരായി. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 31 പോയിന്റുമായി 2ാം സ്ഥാനവും തൃശൂർ ജില്ലാ ടീം കരസ്ഥമാക്കി.
തൃശൂർ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷന് സമീപം അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചു. അപകടത്തെ തുടർന്ന് പാലക്കാട് എറണാകുളം മെമു പൂങ്കുന്നത്ത് സമീപം അരമണിക്കൂറോളം നിർത്തിയിട്ടു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കയ്പമംഗലം പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത ആരോപിച്ച് CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം MT സുരേഷ്, ദിവ്യ അനീഷ്, PK റഹീം, അജിത് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന തൃശൂർ ജില്ലാ അമേച്ചർ റെസ്ലിംഗ് മത്സരത്തിൽ MR റൈ സുധീൻ ഇരട്ട സ്വർണം നേടി. ആഗസ്റ്റ് 9, 10 തീയതികളിൽ കാസർഗോഡ് നടക്കുന്ന സംസ്ഥാന അമേച്ചർ മത്സരത്തിന് റയി സുധീർ യോഗ്യത നേടി. മാറമ്പള്ളി MES കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. എരുമപ്പെട്ടി ഫൊറോന കുടുംബ കൂട്ടായ്മ ജനറൽ ബോഡി യോഗം നടന്നു. തൃശൂർ അതിരൂപത ഫിനാൻസിസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളി കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. ഫൊറോന ആനിമേറ്റർ ഫാദർ ഷാൻഡോ തലക്കോട്ടൂർ, കൺവീനർ ബിജു സി വർഗീസ്, സെക്രട്ടറി ഡോക്ടർ ജോൺസൺ ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെന്റർ വായനശാല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ, പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസ് പഞ്ചായത്ത് അംഗം PK സുകന്യ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് സജീവൻ പള്ളായിൽ അധ്യക്ഷനായി. സൈക്കോളജിസ്റ്റ് ഷാലിമ ഹനീഫ് ക്ലാസ് നയിച്ചു. വായനശാല മേഖലാ സമിതി കൺവീനർ KB അനിൽ, വനിതാവേദി പ്രസിഡന്റ് രമാ ദേവാനന്ദൻ, വായനശാല സെക്രട്ടറി KV വത്സകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാത്രമാണ് അതിന്റെ ബുദ്ധിമുട്ട്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ വളപ്പ് ശുചീകരിച്ച് ജനമൈത്രി പോലീസും വിദ്യാർത്ഥികളും. ജനമൈത്രി പോലീസ് സമിതി അംഗങ്ങൾ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ NSS വോളണ്ടിയർമാർ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി. മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയും ആർട്സ് ഓഫ് കളരിപ്പറമ്പും ചേർന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. T. ശശിധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കളരിപ്പറമ്പ് PPM ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ PM സിജിത്ത് അധ്യക്ഷത വഹിച്ചു. VSന്റെ സ്മരണയ്ക്കായി പ്രിസം പാലിയേറ്റീവ് കെയറിന് നൽകിയ സംഭാവന ഭാരവാഹികളായ TC രാമനാഥൻ, MB വിബി, PI ദിൽഷാദ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു പൂനൻ അധ്യക്ഷനായിരുന്നു. കത്തീഡ്രൽ വികാരി ഡോക്ടർ ഫാദർ ലാസർ കുറ്റിക്കാടൻ, ട്രസ്റ്റി PT ജോർജ്, ഡോക്ടർ രവി മൂസ്, ജനറൽ കൺവീനർ ബാബു ആന്റണി, ജോയിന്റ് കൺവീനർ പൗലോസ് താണിശ്ശേരിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രത്തിലെ ഇല്ലംനിറ ക്ഷേത്രം മേൽശാന്തി സഞ്ജയൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ K. അജിത് കുമാർ, സെക്രട്ടറി MN ലതീന്ദ്രൻ, ട്രഷറർ V. അനന്തകൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭക്ഷണം കഴിക്കുവാനും ശൌചാലയ സൗകര്യത്തിനും വെള്ളത്തിനുമായി വിഷമിച്ച നാലമ്പല തീർത്ഥാടകരെ ഓഫീസിനകത്തേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ച് കുഴൂരിലെ KSCB ജീവനക്കാർ. KSCB കുഴൂർ സെക്ഷൻ ഓഫീസിലേക്കാണ് ക്ഷണിച്ചതെന്നറിഞ്ഞപ്പോൾ ആദ്യം തീർത്ഥാടകർ അമ്പരന്നെങ്കിലും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും ശൌചാലയം ഉപയോഗിക്കാനും കഴിയുമെന്നായപ്പോൾ വലിയ സന്തോഷമായി. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശികളായ വെള്ളാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശനിയാഴ്ചയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പുറപ്പെട്ടത്. അവസാനമായി എത്തിയത് നാലമ്പല ദർശനത്തിനായാണ്.
45 സ്ത്രീകളും 5 പുരുഷന്മാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് പായമലിലേക്കുള്ള യാത്രക്കിടയിലാണ് കുഴൂർ KSEB സെക്ഷന് മുൻപിൽ വഴിയോരത്ത് ബസ് നിർത്തിയത്. വെള്ളത്തിനും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും ശൌചാലയത്തിനുമായി ഓടി നടക്കുന്നതിനിടയിലാണ് KSEB ജീവനക്കാർ അടുത്തെത്തിയത്. ഓവർസിയർ VR പ്രദീപ് റോഡിലേക്കിറങ്ങി അവരെ ക്ഷണിച്ചപ്പോൾ സബ് എഞ്ചിനീയർ MC ബിന്ദുവും ലൈൻമാൻമാരായ റിജോ, ജോയി, ദേവൽകുമാർ, സ്റ്റാലിൻ എന്നിവരും തീർത്ഥാടകരെ സ്വീകരിക്കാൻ റോഡിലേക്കെത്തി. തളിപ്പറമ്പ് വെള്ളാവിന്ന് നാലമ്പല ദർശനത്തിനെത്തിയതാണ്. ഇവിടെ ചായ കുടിക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റും തന്നതിന്, വെള്ളവും തന്നതിന് വളരെയധികം നന്ദി. നാലമ്പല തീർത്ഥാടകർക്ക് ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കാര്യങ്ങൾക്കും പൊതു ഇടങ്ങളില്ലാത്തത് പ്രയാസങ്ങളുണ്ടാക്കുന്നുണ്ട്. TCV ന്യൂസ്, മാള. തലപ്പള്ളി NSS താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ രാമായണ പാരായണം സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ഹൃഷികേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, യൂണിയൻ സെക്രട്ടറി S. ശ്രീകുമാർ, യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മേരാ യുവഭാരത് തൃശൂർ, നെഹ്റു സ്മാരക വായനശാല, തളി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാർഗിൽ വിജയദിനം ആഘോഷിച്ചു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CU അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി CK വിനോദ്, വൈസ് പ്രസിഡന്റ് TPA ഹമീദ്, സിന്ധു ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് 9ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CK ശിവരാമൻ അധ്യക്ഷനായി. കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, മണ്ഡലം വൈസ് പ്രസിഡന്റ് KU സണ്ണി സജീവ്, PU പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ അരിക്കാട്ട് കുടുംബയോഗം കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് ഇൻവെർട്ടർ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കുടുംബയോഗം ചാരിറ്റി കമ്മിറ്റി കൺവീനർ ഷോളി അരിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ IIAHSRൽ പാരാമെഡിക്കൽ കോളേജിൽ വിവിധ കോഴ്സുകളിലെ പുതിയ ബാച്ചിലെ ക്ലാസുകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്കായി ആധുനിക രീതിയിലുള്ള ലാബാണ് കോളേജിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ആരോഗ്യശാസ്ത്ര രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വിദ്യാഭ്യാസം ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കുന്ന സ്ഥാപനമാണ് കുറുപ്പം റോഡിലെ തൃശൂർ ട്രേഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ച് പാരാമെഡിക്കൽ കോളേജ്. UGC അംഗീകാരമുള്ള വിവിധ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വൈഫൈ, AC, സ്മാർട്ട് ക്യാമ്പസോട് കൂടിയ കോളേജിൽ ആതുര സേവന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. കോഴ്സ് പൂർത്തീകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിനോടകം 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളിൽ 1 വർഷം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് NAC അക്രഡിറ്റഡ് ആശുപത്രികളിൽ പെയ്ഡ് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. കൂടാതെ 5000-ൽ പരം ലാബ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിയുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നതിനാൽ പഠനശേഷം വിദ്യാർത്ഥികൾക്ക് മുടക്കുമുതലില്ലാതെ തന്നെ ലാബ് തുടങ്ങുവാനുള്ള സൗകര്യവും ചെയ്തു നൽകും. കോളേജിലെ അതിനൂതന സൗകര്യങ്ങളോടുകൂടിയ ലാബിന്റെയും പുതിയ ബാച്ച് ക്ലാസുകളുടെയും ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. മുഖ്യ അതിഥിയായി എത്തിയ മുൻ വിദ്യാർത്ഥിയും ടെലിവിഷൻ താരവുമായ റനീഷ റഹ്മാൻ വിദ്യാഭ്യാസ മികവിനെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. അക്കാദമി പ്രിൻസിപ്പാൾ ഡോക്ടർ ശ്രുതി രാമചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പാൾ ബിനീഷ അനൂപ്, അഡ്മിൻ അക്കാദമിക്സ് റിൻഡ ജിക്സൺ, ഡയറക്ടർ ഓഫ് അഡ്മിഷൻ റോണി ഫ്രാൻസിസ്, അക്കാദമിക് ഹെഡ് ഡോക്ടർ സൗരവ്, ഫാക്കൽറ്റി കാതറിൻ ജോസ് എന്നിവർ സന്നിഹിതരായി. ലഹരിക്കെതിരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായി ദൃശ്യ ഗുരുവായൂർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന മത്സരം ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. സായി സഞ്ജീവനി, ട്രസ്റ്റ് ചെയർമാൻ മൗന യോഗി സ്വാമി, ഡോക്ടർ A. ഹരിനാരായണൻ, ദൃശ്യ സെക്രട്ടറി R. രവികുമാർ, R. ജയകുമാർ എന്നിവർ സംസാരിച്ചു.
CPI തൃശൂർ മണ്ഡലം കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ശില്പശാല സംഘടിപ്പിച്ചു. KK വാര്യർ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗം സാറമ്മ റോബ്സൺ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി മെമ്പർമാരായ I സതീഷ് കുമാർ, PV ഗോപി, റോയ് K പോൾ, CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മുതുവട്ടൂർ മഹൽ വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സഹായധനം വിതരണം ചെയ്തു. ചാവക്കാട് നഗരസഭാ കൌൺസിലർ KV സത്താർ ധനസഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മഹൽ ട്രഷറർ TS നിസാമുദ്ദീൻ അധ്യക്ഷനായി. മഹൽ വിദ്യാഭ്യാസ സമിതി കൺവീനർ PV ഫൈസൽ, മഹൽ കമ്മിറ്റി അംഗം RV അബ്ദുൾ റഷീദ്, മഹൽ സെക്രട്ടറി PP ഉസ്മാൻ, MP ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ചിറമനേങ്ങാട് കോൺകോർഡ് സ്കൂളിൽ AI വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡെയ്സൺ പനങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷയായി. റിസോഴ്സ് പേഴ്സൺ GI ജെയ്സൺ, കോ-ഫെസിലിറ്റേറ്റർ ചിന്തു സുജിൻ എന്നിവർ ക്ലാസ് എടുത്തു. MBBS നേടിയ ഇടം അംഗം ആക്കപ്പറമ്പിൽ ഉസ്മാന്റെ മകൾ ഡോക്ടർ ഷരൂഖിനെ ചടങ്ങിൽ ആദരിച്ചു. ഇടം രക്ഷാധികാരി OS സുധാകരൻ, സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, പ്രസിഡന്റ് EK മിനി, KP ജയൻ, അക്ബർ അലി, KR രാധിക എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞിരക്കോട് ജനസേവാ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കർക്കിടക ഔഷധക്കഞ്ഞി മരുന്ന് കിറ്റിന്റെ വിതരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫ് നിർവഹിച്ചു. ജനസേവാ സമിതി അധ്യക്ഷൻ PA രാജൻ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, എരുമപ്പെട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, വാർഡ് മെമ്പർമാരായ MC ഐജു, MK ജോസ് കടവല്ലൂർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സതീഷ് എടമന തുടങ്ങിയവർ സംസാരിച്ചു. പഴനി അങ്ങാടി കൂട്ടായ്മ എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. എല്ലാ വിഷയത്തിലും A+ നേടിയ 50ഓളം വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു. എഡ്യൂക്കേഷൻ എക്സലൻസ് 2025 എന്ന പേരിൽ പഴനി പോൾസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. സദസ്സിൽ ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി. മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ CVG കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, പഴനിയങ്ങാടി കൂട്ടായ്മ ഭാരവാഹികളായ വില്യം സുദുപ്, ബിനോയ് T മാത്യു, ജോൺ ജോസ്, മിനി ഐപ്പ്, എൽദോ ഷീരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പുന്ന ഹിന്ദു സേവാ സമാജം ആദരിച്ചു. ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ട്രോഫി വിതരണം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് KR മോഹനൻ അധ്യക്ഷത വഹിച്ചു. CK ബാലകൃഷ്ണൻ, PC വേലായുധൻ, EV ശശി, KK സുബ്രഹ്മണ്യൻ, MS ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് 5ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് ബോധി ഗ്രാമീണ വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ പുരസ്കാര വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം NK വിമല അധ്യക്ഷത വഹിച്ചു. MK ഷംസുദ്ദീൻ, GMLP സ്കൂൾ പ്രധാനാധ്യാപിക KK ജെയ്സി, ബോധി ഗ്രാമീണ വേദി ഭാരവാഹികളായ MM സക്കീർ ഹുസൈൻ, സജീവ് കഴുങ്കിൽ, MK ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ മുഖപത്രം. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴൻ. പ്രതിഷേധം അറിയിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനീപൻ യൂഹന്യോൻ മോർ മിലത്യൂസ്. ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത 66 പാലത്തിന് മുകളിൽ വിള്ളൽ വീണത് 50 മീറ്റർ നീളത്തിൽ. വാർത്ത വന്നതോടെ കണ്ണിൽ പൊടിയിട്ട് ഓട്ടയടക്കൽ.
കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടവറിൽ വീണ്ടും കാർ കുടുങ്ങി. കോർപ്പറേഷന്റേത് കുറ്റകരമെന്ന് അനാസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ. വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയത് അഭ്യൂഹം. പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ വീണ്ടും BJP പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് 5 മിനിറ്റിനുള്ളിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാത എറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.